ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു MSCC ടിപ്സ്. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് വാഴപ്പഴത്തിൻ്റെ ഗുണങ്ങളെ പറ്റിയാണ്. ഒരുപാട് ഗുണങ്ങൾ ഒത്തിണങ്ങിയ ഒന്നാണ് വാഴപ്പഴം. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ നല്ലൊരു സ്ഥാനമാണുള്ളത് വാഴപ്പഴത്തിന്. ഇതിൻ്റെ എല്ലാ ഭാഗവും നമുക്ക് വാഴൻ്റെ എല്ലാ ഭാഗവും നമുക്ക് ഉപകാരപ്രദമാണല്ലോ. പിന്നെ കാർബോഹൈഡ്രേറ്റ്, ഫൈബർ, വിറ്റാമിനുകൾ, മിനറലുകളും എല്ലാം കൊണ്ടും ഒരു പോഷക സമൃദ്ധമായ ഒന്ന് തന്നെയാണ് വാഴപ്പഴം. അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിന് നമുക്ക് എന്തെല്ലാം കിട്ടുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ വീഡിയോക്ക് താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിനടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഫസ്റ്റ്, ഊർജം. നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് ഊർജം ലഭിക്കാനുള്ള ഒരു മാർഗമാണ് നമ്മൾ വാഴപ്പഴം കഴിക്കുന്നത്. നമ്മൾ ഒരുപാട് ജോലിയൊക്കെ എടുത്ത് ക്ഷീണിച്ചാൽ, നമ്മുടെ ശരീരത്തിൽ നിന്നും ഊർജം നഷ്ടപ്പെട്ടാൽ നമുക്കത് തിരിച്ചു കിട്ടാനുള്ള ഒരു എളുപ്പവഴിയാണ് നമ്മൾ ഒരു വാഴപ്പഴം കഴിക്കുന്നത് കൊണ്ട്. രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറഞ്ഞാൽ വാഴപ്പഴം കഴിച്ചാൽ നല്ലതാണ്. ജോലി ചെയ്ത് ക്ഷീണിച്ചാൽ വാഴപ്പഴം കഴിക്കുന്നത് കൊണ്ട് നമുക്ക് നഷ്ടമായ കരുത്ത് വീണ്ടെടുക്കാവുന്നതാണ്. അടുത്തത് മസിൽ പിടുത്തം. നമ്മൾ പ്രയാസമുള്ള ജോലിയൊക്കെ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് മസിൽ പിടുത്തം ഉണ്ടാവാം. ചിലപ്പോൾ നമ്മൾ രാത്രി ഉറങ്ങുമ്പോൾ ഉറക്കത്തിനിടയും ചില ആൾക്കാർക്കൊക്കെ മസിൽ പിടുത്തം ഉണ്ടാവാറുണ്ട്. അതിന് നല്ലൊരു പരിഹാരമാണ് നമ്മൾ വാഴപ്പഴം കഴിക്കുന്നത്. വാഴപ്പഴത്തിലെ ഉയർന്ന അളവിലുള്ള മഗ്നീഷ്യവും പൊട്ടാസ്യവും ശരീരത്തിലെ ധാതുക്കളുടെ കുറവ് പരിഹരിക്കും. ഇതുവഴി നമുക്ക് മസിൽ പിടുത്തം ഒഴിവാക്കാനാവും. അടുത്തത്, രക്തസമ്മർദ്ദം നിയന്ത്രിക്കാം. പൊട്ടാസ്യം സമൃദ്ധമായും സോഡിയം കുറഞ്ഞ അളവിലും അടങ്ങിയതാണ് വാഴപ്പഴം. ഇത് കഴിക്കുന്നത് വഴി രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനാവും. ശരീരത്തിലെ ജലാംശത്തിൻ്റെ അളവ് നിലനിർത്താനും നമ്മുടെ ശരീരത്തിലുണ്ടാവും വിഷാംശങ്ങളൊക്കെ അതൊക്കെ അകറ്റി നമ്മുടെ ഹൃദയത്തെ സംരക്ഷിക്കാനും ഹൃദയസ്തംഭനം എന്നിവയിൽ നിന്നൊക്കെ നമുക്ക് ഒഴിവായി കിട്ടാൻ നമ്മൾ വാഴപ്പഴം കഴിക്കുന്നത് കൊണ്ട് നല്ലതാണ്. നമുക്കുണ്ടാകുന്ന അൾസർ രോഗം, അതേപോലെ അസിഡിറ്റി, ഇവയിൽ നിന്നൊക്കെ നമ്മുടെ ശരീരത്തെ ചെറുത്ത് നിൽക്കാൻ ഈ വാഴപ്പഴം കഴിക്കുന്നത് കൊണ്ട് നല്ലതാണ്. മലബന്ധത്തിന് നല്ലൊരു പ്രതിവിധിയാണ് ഇത് കഴിക്കുന്നത് കൊണ്ട്. വാഴപ്പഴവും വാഴപ്പിണ്ടിയും ഒക്കെ ധാരാളം ഗുണം തന്നെ ചെയ്യും. ഫൈബറും പെക്റ്റിനും ധാരാളമായി അടങ്ങിയതാണ് ഇവ കഴിക്കുന്നത് കൊണ്ട് മലബന്ധം ഉണ്ടാകുന്നത് തടയാം. വാഴപ്പിണ്ടി ജ്യൂസാക്കി കഴിക്കുന്നതും വളരെ നല്ലതാണ്. അതിസാരം തടയാം. നമ്മൾ വയറിളക്കമൊക്കെ ഉണ്ടായാൽ നമ്മുടെ ശരീരത്തിൽ നിന്നും ജലാംശം നഷ്ടപ്പെടുമ്പോൾ നമ്മൾ വാഴപ്പഴം കഴിക്കുന്നത് കൊണ്ട് നല്ലതാണ്. ഇലക്ട്രോലൈറ്റുകളുടെ എണ്ണം കുറയുകയും ചെയ്യും. അപ്പോൾ ശരീരത്തിൽ നിന്നും പൊട്ടാസ്യത്തിൻ്റെ നഷ്ടം വാഴപ്പഴം കഴിക്കുന്നത് വഴി നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയും. വാഴപ്പഴത്തിലെ FOS എന്ന ഘടകം നമ്മുടെ കുടലിലെ നമുക്ക് സഹായകമായ ബാക്ടീരിയകളെ പെരുകാൻ സഹായിക്കുന്നു. അതുവഴി നമുക്ക് വയർ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഒഴിവാകുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ അസ്ഥി സംബന്ധമായ എല്ലാ ആരോഗ്യത്തിനും ഇത് വളരെ നല്ലതാണ്. അടുത്തത്, സുഖനിദ്ര ഉണ്ടാവാൻ. നല്ലൊരു ഉറക്ക് നമ്മുടെ എല്ലാവർക്കും നല്ലൊരു സ്വപ്നം തന്നെയാണ്. അപ്പോൾ കിടക്കുന്നതിന് മുൻപ് നമ്മളൊരു വാഴപ്പഴം കഴിക്കുന്നത് വളരെ നല്ലൊരു ഉറക്കം കിട്ടാൻ സഹായിക്കുന്നു. വാഴപ്പഴത്തിലെ ഉയർന്ന അളവിലുള്ള ട്രിപ്റ്റോഫാൻ തലച്ചോറിലെ സെറോട്ടോണിനായി രൂപാന്തരം പ്രാപിക്കുന്നതിനാലാണ് ഇത് സാധ്യമാകുന്നത്. നമുക്ക് നല്ല ഉറക്കം വരുന്നത്. അടുത്തത്, ചർമ്മ സംരക്ഷണത്തിന്. നമുക്ക് നമ്മുടെ മുഖഭംഗിക്കൊക്കെ നമ്മൾ ഈ നേന്ത്രപ്പഴം മാസ്കായിട്ട് പാൽ ഒക്കെ ഒഴിച്ചും പല രൂപത്തിലും നമുക്ക് മാസ്കായിട്ട് നമ്മളെ മുഖത്തിട്ടാൽ നമ്മുടെ മുഖം നല്ല സോഫ്റ്റും മൃദുലവും ഒക്കെ ആവുന്നതാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.